നമ്മുടെ ശരീരത്തിൽ മറ്റൊരു ജീവി കൂടെ ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നമ്മുടെ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയ എന്ന ഭാഗമാണ് ആ ഒരു ജീവി. ആക്ച്വലി മൈറ്റോകോൺട്രിയ എന്നത് നമ്മുടെ കോശങ്ങൾക്ക് ഊർജം നൽകുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയയെ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നും വിളിക്കാറുണ്ട്. എന്നാൽ ശരിക്കും മൈറ്റോകോൺട്രിയ നമ്മുടെ കോശങ്ങളിലെ ഒരു ഭാഗമല്ല, മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കോശങ്ങളിൽ കടന്നുകൂടിയ ഒരു ബാക്ടീരിയയാണ്. അതായത് ഏതാണ്ട് 1.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ജീവന്റെ പരിണാമത്തിന്റെ തുടക്കത്തിൽ യുക്കാരിയോട്ടിക് സെല്ലുകളിലായി ജീവിക്കുന്ന സമയത്താണ് ഈ ഒരു ബാക്ടീരിയ സെല്ലുകളിൽ കയറിക്കൂടുന്നത്. എന്നാൽ സെല്ലിനുള്ളിൽ കയറിക്കൂടിയ ഈ ബാക്ടീരിയകൾ മറ്റു സൂക്ഷ്മജീവികൾ ചെയ്യുന്നത് പോലെ നശിപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ സെല്ലിന് വേണ്ട ഊർജം നൽകുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സെല്ലുകൾ ഈ ബാക്ടീരിയകൾക്ക് വേണ്ട സംരക്ഷണവും പോഷണവും നൽകാൻ തുടങ്ങി. അന്നു മുതൽ ഈ ബാക്ടീരിയകൾ കോശങ്ങളുമായി ഒരു സഹജീവിതത്തിൽ ഏർപ്പെടുകയും പിന്നീട് കാലക്രമേണ പരിണാമങ്ങളിലൂടെ ഈ ഒരു ബാക്ടീരിയ കോശങ്ങളിലൂടെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയത്? അതിന് കാരണം മൈറ്റോകോൺട്രിയയുടെ 3 പ്രധാന കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാരണം മൈറ്റോകോൺട്രിയക്കുള്ളിലെ സ്വന്തമായുള്ള DNA ആണ്. അതും ബാക്ടീരിയകളിൽ കണ്ടുവരുന്നത് പോലെ വൃത്താകൃതിയിലുള്ള DNA. രണ്ടാമത്തതാവട്ടെ, ഇവയ്ക്ക് ബാക്ടീരിയകളെ പോലെയുള്ള ട്രൈബോസോമുകളുണ്ട്. മൂന്നാമത് ഇവയുടെ ഇൻഡിപെൻഡന്റ് ആയ റീപ്രൊഡക്ഷൻ ആണ്. അതായത് ഇവ നമ്മുടെ സെല്ലിനുള്ളിലാണ് ഉള്ളതെങ്കിലും ഇവ സ്വതന്ത്രമായി വിഭജിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയകളെ പോലെ ബൈനറി ഫിക്ഷനിലൂടെയാണ് ഇവ വിഭജിക്കാറുള്ളത്. സോ ഇതിലൊക്കെ ഉപരി ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഒരു കുട്ടിക്ക് മൈറ്റോകോൺട്രിയ ലഭിക്കുന്നത് അവരുടെ അമ്മയിൽ നിന്നു മാത്രമാണ്. കൂടാതെ മൈറ്റോകോൺട്രിയ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു കോശങ്ങൾക്കും ജീവിക്കാൻ സാധിക്കില്ല.